मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അവസാനം നമ്മൾ എത്തിച്ചേർന്നു. സംശയമുണ്ടോ? കൊള്ളാം, എത്ര മനോഹരമായ സ്ഥലം. എത്ര ഫ്രഷ് എയർ ആണ് ഗ്രാമത്തിൽ കിട്ടുന്നത്. ഇതെന്റെ മുത്തശ്ശന്റെ ഗ്രാമമാണ്. സംശയമുണ്ടോ? കൊച്ചളിയ, എനിക്ക് വിശക്കുന്നു. 4 വശം ആഹാര സാധനങ്ങളല്ലേ, പറിച്ചു കഴിച്ചോ. തൊട്ടുപോകരുത്. എന്റെ തോട്ടത്തിൽ വന്ന് മോഷ്ടിക്കുകയാണോ? തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഓടിക്കോ, ഇയാള് തോട്ടത്തിന്റെ മുതലാളിയാണെന്ന് തോന്നുന്നു. ഓടിക്കോ. വേഗം വാ, ഇതിനടുത്ത് ഒളിക്കാം. പിന്നെ അയാൾക്ക് കാണാൻ കഴിയില്ല. എങ്ങോട്ടാ പോയത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. വേഗം ഓടിക്കോ. ചേട്ടായി, ഞങ്ങളെ രക്ഷിക്ക്. ഒരു വയസ്സൻ കയ്യില് വടിയുമായിട്ട് ഞങ്ങളെ തല്ലാൻ വേണ്ടി വരിക. അത് ഞാൻ തന്നെയാടാ. തോട്ടത്തിൽ കയറി മോഷ്ടിക്കുന്നോ? നീ പോപ്പറ്റല്ലേ? നമ്മുടെ ഗ്രാമത്തലവന്റെ അനന്തരവനല്ലേ നീ? അതെ, സംശയമുണ്ടോ? എടാ മോനെ, നീ ഇവിടേക്ക് വന്നിട്ട് കുറെ ആയല്ലോ. ഇന്നാ കഴിച്ചോ, എല്ലാം കഴിച്ചോ. നീ നമ്മുടെ മുത്തല്ലേ, കഴിച്ചോളൂ കഴിച്ചോളൂ. താങ്ക് യു. എനിക്ക് ഒന്നുകൂടി തരുമോ? അങ്ങ് ഒരുപാട് ഓടിച്ചതുകൊണ്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇവിടെ നിന്ന് സംസാരിക്കണ്ട, സമയം ആയിക്കൊണ്ടിരിക്കുകയല്ലേ. വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം. ആപത്ത് പിടിച്ച സ്ഥലമായത്. എങ്ങനത്തെ ആപത്താ? ഗ്രാമത്തിൽ ഒരു രാക്ഷസനുണ്ട്. രാക്ഷസനോ? 2 മാസമായിട്ട് ഗ്രാമത്തിന് പുറത്തുള്ള ഒരു ഗുഹയിൽ താമസിക്കുകയാവൻ. നിൽക്ക്, എന്തിനാ നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത്? വാ പോപ്പട്ട് മോനെ, നിങ്ങളുടെ തല്ല് എത്രയും പെട്ടെന്ന് തീർത്തോണം. രാത്രി ആയിക്കൊണ്ടിരിക്കുക, അത് ഓർത്തോണം. അല്ല, ഇവരെന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നത്? അങ്ങ് ഗ്രാമത്തലവനല്ലേ, അങ്ങേക്ക് തീർത്തു വെച്ചൂടെ? ഇക്കാര്യം ഞങ്ങളുടെ പഞ്ചായത്ത് തീരുമാനിച്ചതാണ്. ആഹാരം കൊടുക്കേണ്ടയാളെ തല്ലുകൂടി തീരുമാനിക്കണമെന്ന്. ആർക്കാണ് ആഹാരം കൊടുക്കേണ്ടത്? രാക്ഷസനാണ് മോനെ. അതിനിങ്ങനെ തല്ലുകൂടേണ്ട കാര്യമുണ്ടോ? രണ്ടുപേരും കൊടുത്തോട്ടെ. അത് രാക്ഷസനല്ലേ, എല്ലാം കഴിച്ചോളല്ലോ. മോനെ, അതിനുവേണ്ടിയാണ് ഇവര് തല്ലുകൂടുന്നത് തന്നെ. ജയിക്കുന്ന ആള് ആഹാരം കൊണ്ട് കൊടുക്കണ്ട, മനസ്സിലായോ നിനക്ക്? ആദ്യം ആഹാരം കൊടുക്കുന്നത് നിർത്തണം. അതെ, ഈ രാക്ഷസൻ എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല. ഉണ്ടടാ എന്റെ പൊന്നു മോനെ, ഞങ്ങളെല്ലാവരും അത് കണ്ടതാ. പട്ടണത്തിലുള്ള നിങ്ങൾക്ക് എന്തറിയാം? കഥയിലാണ് രാക്ഷസന്മാരൊക്കെ ഉള്ളത്. സംശയമുണ്ടോ? നിനക്ക് എല്ലാ കാര്യത്തിനും കളിയാ. ഞങ്ങള് കണ്ണുകൊണ്ട് കണ്ടതാന്നേ. ഇവരങ്ങ് പോകും, പിന്നെ നമ്മളാ നേരിടേണ്ടത്. എടാ, നിങ്ങൾ തമ്മിൽ അടികൂട്. ആഹാരം കൊണ്ടുപോകാൻ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ രാക്ഷസൻ ഇങ്ങോട്ട് വരും കേട്ടോ. ഇന്ന് വിരുന്നുകാർ വന്നിരിക്കല്ലേ, വഴക്കുകൂടൽ മതിയാക്ക്. ഇന്നത്തെ ആഹാരം ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മോനെ, മുത്തശ്ശിയോട് ആഹാരം ഉണ്ടാക്കാൻ പറയേ. പിന്നെ പായസത്തിന്റെ കാര്യം മറക്കരുത്. പായസമോ? രാക്ഷസൻ എപ്പോഴാ ഇതൊക്കെ കഴിച്ചു തുടങ്ങിയത്? ആ രാക്ഷസൻ എല്ലാം കഴിക്കും. മോനെ, മുത്തശ്ശിയോട് കുറച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കിക്കൊള്ളാൻ പറ. വേഗം വേണം. ഞാൻ പറഞ്ഞേക്കാം. ഈ രാക്ഷസൻ ആള് കൊള്ളാലോ. ഉണ്ണിയപ്പം കഴിക്കുന്നോ? മുത്തശ്ശ, എനിക്കെന്തോ ഇതിനകത്ത് സംശയം തോന്നുന്നു. ആഹാരം കൊണ്ടുവരാൻ എന്താണ് ഇത്ര താമസം? ഓടിക്കോ. രാക്ഷസന് ദേഷ്യം വന്നിരിക്കുകയാണ്. തീ തുപ്പുന്നത് കണ്ടില്ലേ? വേഗം ആഹാരം കൊണ്ടുപോയിക്കോ, സമയം കളയരുത്. വേഗം ആഹാരം കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും. വേഗം വാ, വേഗം വേഗം പോവാൻ നോക്ക്. വേഗം എല്ലാരും വീട്ടകത്തേക്ക് പോ, വീട്ടകത്തേക്ക് പോ. രാക്ഷസന് ഉടനെ ആഹാരം കൊണ്ടുപോകണം. ഓ, ഇത്ര
ഇത്രയും ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ പോപ്പറ്റ് ആവശ്യമില്ലാതെ ഒരു രാക്ഷസനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്തോ. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ കാര്യം തീർച്ചയായും പോക്കാം. സംശയമുണ്ടോ? കുട്ടികളെ, ഞാൻ ആദ്യം ആ രാക്ഷസന് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് രുചികരമായ ആഹാരം ഉണ്ടാക്കി തരാം, കേട്ടോ? ശരി. ആ ഗുഹയ്ക്കകത്ത് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങോട്ട് വാ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. മുത്തശ്ശ, ഇന്ന് രാക്ഷസന് ആഹാരം കൊടുക്കാൻ ഞങ്ങൾ 4 പേരും പോകാം. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വട്ടുപിടിച്ചോ? എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ രാക്ഷസന്റെ പക്കലേക്ക് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവൻ ആപത്തിലാകും. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇല്ല, ഞങ്ങൾ പോയാൽ തീർച്ചയായിട്ടും പിന്നെ അവൻ ആഹാരം ചോദിക്കില്ല. ഞങ്ങൾ പോയി കൊടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഗ്രാമവാസികൾ എല്ലാരും ഞങ്ങളുടെ കൂടെ വരൂ. നമുക്ക് അവനോട് അപേക്ഷിക്കാം. ചിലപ്പോ മനസ്സലിവ് തോന്നി ഇവിടുന്ന് തന്നെ അങ്ങ് പോയാലോ? പൊമ്പട്ടെ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. പിന്നെ മുത്തശ്ശ, ജോർദാറും ബണ്ണിയും പറഞ്ഞത് ശരിയാണ്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. ഒരിക്കൽ ശ്രമിക്കുന്നോണ്ട് ഒരു തെറ്റുമില്ലെന്നാ എനിക്കും തോന്നുന്നത്. എങ്കിൽ ശരി. എന്നാൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങളൊക്കെ പുറകു വശത്തു കൂടി ഗുഹയുടെ അടുത്തേക്ക് വന്നേക്ക്. ഞങ്ങൾ 4 പേരും നേരായ വഴിയിലൂടെ വന്നേക്കാം. അല്ല, അതെന്തിനാ? മുത്തശ്ശ, ഇത്രയും പേരെ ഒരുമിച്ച് കണ്ട രാക്ഷസന് ചിലപ്പോ ദേഷ്യം പിടിച്ചാലോ? അതെ, ആദ്യം ഞങ്ങളെ കണ്ട് സന്തോഷിച്ചതിന് ശേഷം നിങ്ങളെ അടുത്തൊക്കെ സംസാരിക്കും. സംശയമുണ്ടോ? ശരി, എന്നാ നീ വേഗം ആഹാരം തയ്യാറാക്ക്. ഞാൻ ഗ്രാമവാസികളോട് സംസാരിക്കാം. പോയിട്ട് പോരാം കേട്ടോ. ഇത്രയും പേരെ വന്നുള്ളൂ. ബാക്കി ആരും പേടിച്ചിട്ട് വന്നില്ല. പേടിത്തൊണ്ടന്മാര്. ഇത്രയും പേടിത്തൊണ്ടന്മാര് ഒരു ഗ്രാമത്തിൽ എങ്ങനെ വന്നത്? നീ ജോലിയുടെ കാര്യം മാത്രം നോക്ക്. നിങ്ങളൊക്കെ പിന്നീട് വന്നാ മതി. ആദ്യം ഞങ്ങൾ പോകാം. ആ വലിയ മരത്തിന് താഴെ ആഹാരം കൊണ്ട് വെച്ചാ മതി. രാക്ഷസൻ ചേട്ടാ, ഞങ്ങൾ ആഹാരം കൊണ്ടുവന്നിരിക്കാണ്. അത് പുറത്ത് വെച്ചാൽ മതി. ഞങ്ങൾ അങ്ങയെ കാണാൻ വേണ്ടിയാ വന്നത്. ഇവിടുന്ന് പൊയ്ക്കോ. എനിക്കാരെയും കാണണ്ട. പോകാൻ. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും തിന്നും. തിന്നോളൂ, ആഹാരം നിങ്ങൾക്കുള്ളതാണ്. കഴുതേ, നീ വിളിച്ചു പറയൊന്നും വേണ്ട. ആഹാരം ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാൻ നോക്ക്. വേഗം വാ, ശബ്ദമുണ്ടാക്കാതിരിക്ക. ആഹാരം തനിയെ ഗുഹക്കകത്ത് പോവാണ്. അയാള് രാക്ഷസൻ തന്നെയാ. താഴെ നോക്ക്. ആ കല്ലിന്റെ താഴെ ട്രോളിയാണ്. എല്ലാവരും മിണ്ടാതെ ഗുഹയുടെ അടുത്തേക്ക് പോകാം. കഴിക്കരുത്, അത് രാക്ഷസന്റെ ആഹാരമാണ്. അദ്ദേഹത്തിന് ദേഷ്യം വരും. ഒരിക്കലും വരില്ല, കാരണം ആ രാക്ഷസൻ ഇയാളാണ്. ആരാ നിങ്ങള്? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പോകാം. എന്നാൽ ഞങ്ങളുടെ കൂടെ നീയും വരണം പോലീസ് സ്റ്റേഷനിലേക്ക്. സംശയമുണ്ടോ? എന്നെ പിടിക്കാൻ വന്നാണോ? വാ വാ, വന്ന് പിടിക്കേ പിടിക്കേ, ഓടി വന്ന് പിടിക്കേ, പിടിച്ചോ. എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കാം. ഞങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ഇനി രക്ഷയില്ല. വേഗം അവരെ കെട്ടിയിടാം, വാ.
കൊള്ളാം മക്കളെ, നിങ്ങൾ കാരണമാണ് ഇവനെ പിടികൂടാൻ കഴിഞ്ഞത്. ഇവൻ രാക്ഷസനല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇവൻ രാക്ഷസനായി ഭയപ്പെടുത്തിയപ്പോ ഒരുപാട് തീ വന്നില്ലേ? അത് മോഡേൺ പടക്കമാണ്. ദീപാവലിക്ക് സിറ്റിയിൽ വെക്കുന്ന പടക്കമായത്. ആകാശത്ത് പോയി ഇത് പൊട്ടിത്തെറിക്കും. ആ സമയത്ത് ഒരു റോക്കറ്റ് വന്ന് എന്റെ പുറത്ത് പതിച്ചിരുന്നു. ഓ, ഓ, ആ, ആ, ആ. ആ പേടിപ്പെടുത്തുന്ന ശബ്ദം ഈ ലൗഡ് സ്പീക്കർ വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. മുത്തശ്ശ, ഐ ലവ് യു. നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയത്. മൈക്ക് നന്നായി സെറ്റ് ചെയ്തിട്ട് ഇത്രയും കാലം നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ രാക്ഷസം വലുതാകുന്നതോ? അത് വെറും ബലൂണാണ്. ഗ്യാസ് നിറയ്ക്കുമ്പോൾ വലുതാകും. ദാ നോക്ക്. അടിപൊളി മക്കളെ, നിങ്ങളുടെ ബുദ്ധി കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ കള്ളൻ തീർച്ചയായും ഞങ്ങളെ എല്ലാം പറ്റിക്കുമായിരുന്നു. മുത്തശ്ശ, ഇനി രാക്ഷസനെ പേടിക്കണ്ട, എന്നാൽ മുത്തശ്ശിയെ പേടിക്കണം.